ഹലോ എവ്രി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടോപ്പ് 5 കാഴ്സ് ഇൻ 10 lakhs. അതായത് ഒരു 10 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്ന 5 കാഴ്സിന്റെ ഒരു ലിസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ തന്നെ ചാനലിൽ ഓൾറെഡി നമ്മളൊരു 7 lakhs ബജറ്റിൽ വരുന്ന കാഴ്സിന്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പൊ ഈ 10 lakhs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്. പിന്നെ അതിൽ നിന്ന് ഞാനൊരു 5 വെഹിക്കിൾസ് സോർട്ട് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ, ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വരുന്ന ഒരു വെഹിക്കിൾ. നമുക്ക് ഒരു 10 ലക്ഷം രൂപയ്ക്കകത്ത് ഏതൊക്കെ വെഹിക്കിൾ വരെ എത്താം എന്നുള്ളത് നോക്കിയപ്പം അത്യാവശ്യം എല്ലാം കുറച്ചൊരു 2-3 എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ വരുന്ന ഒരു വെഹിക്കിൾ ഒക്കെ നോക്കിയപ്പോൾ എല്ലാം അങ്ങനെ നോക്കി കുറച്ച് സോർട്ട് ഔട്ട് ചെയ്ത 5 വെഹിക്കിൾ എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമുക്കിപ്പോ ആദ്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അൾട്രോസ് വരുന്നുണ്ട്. ടാറ്റ അൾട്രോസ് വന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് ആണ്. നമുക്ക് ഇന്റീരിയർ സ്പേസ് ആണെങ്കിലും വണ്ടിയുടെ ഉള്ളിൽ ഒരു പ്രീമിയംനെസ് ആണെങ്കിലും അങ്ങനെയുള്ള മൊത്തം ഓവറോൾ ഒരു നല്ലൊരു വെഹിക്കിൾ ആണ്. പിന്നെ നമുക്കൊരു 345 ലിറ്ററോളം ബൂട്ട് സ്പേസ് നമുക്ക് വെഹിക്കിളിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രോസ് നമുക്കൊരു 4 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് പെട്രോൾ വരുന്നുണ്ട്, ടർബോ പെട്രോൾ വരുന്നുണ്ട്, ഡീസൽ വരുന്നുണ്ട്, നമുക്ക് CNGയും വരുന്നുണ്ട്. അതിപ്പോ ഡീസൽ നമുക്ക് പല വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇപ്പൊ പല ബ്രാൻഡുകൾ ഇപ്പൊ ഡീസൽ വെഹിക്കിളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഡീസൽ വേണ്ടവർക്ക് അല്ലെങ്കിൽ നല്ല ലോങ് ഡ്രൈവ്സ് ഒക്കെ ഉള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണ് അൾട്രോസ്. പിന്നെ അൾട്രോസിന്റെ വേറെ വലിയ പ്രത്യേകത DCA ട്രാൻസ്മിഷൻ വരുന്ന മോഡൽ അൾട്രോസിനുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്ന ഒരു മോഡലാണ് അൾട്രോസ്. പിന്നെ നമുക്കിനിപ്പോ അടുത്ത പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുണ്ടായി എക്സ്റ്റർ ആണ്. ഹുണ്ടായി എക്സ്റ്റർ ഒരു നല്ല ഒരു ഡിസൈനും കാര്യങ്ങളായിട്ട് വന്ന ഒരു വെഹിക്കിൾ ആണ്. കാരണം ഒരു ഇപ്പൊ പറയുന്ന ഒരു മൈക്രോ SUV സെഗ്മെന്റ് ആണ്. ഇപ്പൊ എല്ലാ വെഹിക്കിൾസ് SUV ആണല്ലോ. അപ്പം ആ ഒരു മൈക്രോ SUV സെഗ്മെന്റ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നേക്കുന്ന ഒരു സെഗ്മെന്റിലേക്ക് വന്നേക്കുന്ന ഒരു വെഹിക്കിൾ ആണ്. അത്യാവശ്യം നല്ല കാണാനാണേലും നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് അങ്ങനെ കുറ്റങ്ങളൊന്നും പറയാനില്ല. നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു വെഹിക്കിൾ ആണ്. ഇന്റീരിയർ ആണെങ്കിലും ഒക്കെ നല്ല നല്ലപോലെ ഫീച്ചേഴ്സും ഒക്കെ വെഹിക്കിളിന് വരുന്ന ഒരു വെഹിക്കിൾ ആണ്. എക്സ്റ്ററിൽ വന്നിട്ട് നമുക്ക് 1.2 പെട്രോൾ ആണ്, മാനുവലും ഉണ്ട്, നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് വന്നിട്ട് AMG ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് എക്സ്റ്ററിൽ വന്നിട്ട് CNG അവൈലബിൾ ആണ് നമുക്ക്. പിന്നെ ഒരു ബൂട്ട് സ്പേസ് വന്നിട്ട് 391 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. 184 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക മൈക്രോ SUV സെഗ്മെന്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു നല്ല ഒരു ടച്ച് ഇൻഫർടൈൻമെന്റ് ഒക്കെ വെഹിക്കിളിൽ വരുന്നുണ്ട്. മൊത്തത്തിൽ ഓവറോൾ ഒരു നല്ല ഫീച്ചേഴ്സും ഒക്കെയാണ്. ഹുണ്ടായി ആയതുകൊണ്ട് തന്നെ വെഹിക്കിളിന്റെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വെഹിക്കിൾ വരുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും നമുക്ക് എക്സ്റ്ററിൽ ഒരു 8 ഇഞ്ച് സ്ക്രീൻ വരുന്നുണ്ട്, 4.2 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്, പിന്നെ ആണെങ്കിൽ വയർലെസ് ചാർജിങ് സിസ്റ്റം വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ എക്സ്റ്ററിൽ വരുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് അടുത്ത വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ടാറ്റ പഞ്ച് ആണ്. പഞ്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വെഹിക്കിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മൈക്രോ SUV സെഗ്മെന്റിൽ തന്നെ വരുന്ന ഒരു വെഹിക്കിൾ ആണ് പഞ്ച്. പിന്നെ പഞ്ചിന്റെ ഇന്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഇന്റീരിയർ ആണ്. ഡിസൈൻ, ഓവറോൾ ഡിസൈൻ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം ഒരു എന്താ പറയുന്ന ഒരു SUVക്ക് ചേരുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയ SUVകൾക്ക് ചേരുന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വെഹിക്കിളിന് വരുന്നുണ്ട്. പിന്നെ പഞ്ചിന്റെ വേറൊരു വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ CNG നമുക്ക് അവൈലബിൾ ആണ്. പെട്രോളും ഉണ്ട്, CNG നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് AMD നമുക്ക് പഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ 7 ഇഞ്ച് ടച്ച് സ്ക്രീന്, സൺറൂഫ്, ഹർമൻ ഗാർഡന്റെ ഒരു മ്യൂസിക് സിസ്റ്റം, ഇങ്ങനെയൊക്കെ ഉള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ ഓവറോൾ ഒരു നല്ലൊരു പാക്കേജ് ആണ് നമുക്ക് ഈ നമ്മുടെ പഞ്ച് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോൺസും ബലീനയും നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ വരും. ഫ്രോൺസിനാണെങ്കിൽ നമുക്ക് 1.2 ലിറ്റർ സിഗ്മ ഡെൽറ്റ വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ 1.2 ലിറ്റർ ഡെൽറ്റ പ്ലസ് വേരിയന്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെയും കൂടെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ ബലീനയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആൽഫയാണ് ടോപ്പ് എൻഡ് വേരിയന്റ്. അതായത് സീറ്റ മാനുവൽ നമുക്ക് ഓൺ റോഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റും. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഈ സീറ്റൊക്കെ. അത് പിന്നെ ഈ 2 വെഹിക്കിളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. ബലീനയുടെ ആണെങ്കിൽ റിയർ സീറ്റൊക്കെ നല്ല കംഫർട്ടബിളി ഇരിക്കാവുന്ന ഒരു സീറ്റാണ്. പിന്നെ ഈ പറഞ്ഞ ബലീനയുടെ ഞാൻ ഈ പറഞ്ഞ സീറ്റ വേരിയന്റ് മാനുവൽ ട്രാൻസ്മിഷനിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 6 എയർ ബാഗ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഹിൽ അസിസ്റ്റ് കൺട്രോൾ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല 7 ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീന് കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്.
നമ്മുടെ ലാസ്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത് നിസാൻ മാഗ്നൈറ്റ് ആണ്. നമുക്ക് നിസാൻ മാഗ്നൈറ്റിൽ 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്, 1 ലിറ്ററും ഉണ്ട്, പിന്നെ 1 ലിറ്റർ ടർബോയും നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. ആ ടർബോ വേരിയന്റ് വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു വെഹിക്കിൾ ആണ്. കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. കുറച്ചുകൂടെ നല്ല ഫീൽ കിട്ടുന്ന ഒരു വെഹിക്കിളാണ്. അതിൽ ഓൾമോസ്റ്റ് 100 bhp പവറും വരുന്നുണ്ട്, 152 Nm ടോർക്കും ആണ്. പിന്നെ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുന്ന ഒരു ടോളായിട്ടുള്ള തന്നെ ഒരു SUV, കോമ്പാക്ട് SUV സെഗ്മെന്റിൽ വരുന്ന ഒരു വെഹിക്കിളാണ്. നല്ല കാണാനാണെങ്കിലും ഒരു അപ്പിയറൻസ് വൈസ് ആണെങ്കിലും പിന്നെ മൊത്തത്തിലുള്ള ഒരു വണ്ടിയുടെ ഒരു ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ പറയേണ്ട ആവശ്യമില്ല. എടുത്ത് നിസാനാണ്. അപ്പൊ നിസാന്റേതായ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ആ വെഹിക്കിളിന്. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് വെഹിക്കിളിന് വരുന്നത്. അത്യാവശ്യം ഫീച്ചർ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. 4 സ്റ്റാർ റേറ്റിംഗ് നമുക്ക് ഈ ഒരു നിസാൻ മാഗ്നൈറ്റിന് കിട്ടുന്നുണ്ട്. പിന്നെ ഓവറോൾ ഒരു നൈസ് പാക്കേജ് ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്.